ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതിലേക്ക് എന്തെല്ലാമാണ് വേണ്ടതെന്ന് നോക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട 4 എണ്ണം എടുത്തിട്ടുണ്ട്, മീഡിയം സൈസാണ്. കൊക്കോ പൗഡർ, വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ, പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1/4 കപ്പ് ചോക്ലേറ്റ് പൗഡർ എടുത്ത് അതിലേക്ക് ബാക്കി മൈദ ചേർത്താണ് 1 കപ്പ് പൊടിയെടുത്തിരിക്കുന്നത്. ആദ്യമായി നമുക്ക് കുക്കറിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് വെക്കാം. അടിഭാഗത്ത് മാത്രം ചെയ്താൽ മതി. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് 2-3 തവണ തരിച്ചെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. മുട്ടയിൽ വാനില എസൻസ് ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഒരു 2 മിനിറ്റെങ്കിലും അടിച്ചെടുത്താൽ നന്നായി പതഞ്ഞു വരും. ഇനി പഞ്ചസാര ചേർത്ത് നല്ല ക്രീമി രൂപത്തിലാവുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി സൺഫ്ലവർ ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഓയിൽ ചേർത്താൽ ഒരുപാട് ഇളക്കാൻ പാടില്ല, നമ്മുടെ കേക്ക് പൊന്തി വരില്ല. ഇതിലേക്ക് നമ്മുടെ കേക്ക് മിക്സ് ചേർക്കാം. ഞാൻ മിക്സ് എല്ലാം ഒരുമിച്ചിട്ട് ബീറ്റർ കൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ടയൊന്നും പിടിക്കാതെ ഇളക്കി കൊടുക്കാറാണ് ചെയ്യാറ്. ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലെ എയർ ബബിൾസ് പോവാനായി ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. ഇനി കുക്കറിൻ്റെ വിസിൽ ഒഴിവാക്കി അടച്ചു വെച്ച് അടിയിലൊരു തട്ട് വെച്ച് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ഒരു 35 മിനിറ്റ് വേവിച്ചെടുക്കാം. ഫ്ലെയിമിൻ്റെ ചൂടിനനുസരിച്ച് വേവിക്കുന്ന ടൈമിൽ മാറ്റം വരാവുന്നതാണ്. ഇനി നമുക്ക് ഒരു ഫോർക്കോ സ്ക്യൂറോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇത് വെന്തോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ സ്ക്യൂർ വളരെ ക്ലീനാണ്, അതുകൊണ്ട് തന്നെ ഇത് വെന്തു എന്ന് മനസ്സിലാക്കാം. ഇനി സ്ക്യൂവർ ക്ലീൻ അല്ലെങ്കിൽ അത് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും ചെയ്യുക.